പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റിയായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർലമെന്റിന്റെ ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റിനെ പറ്റിയാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. How a law is passed in India. To make a law, the approval of both the houses of the parliament is required. Lok Sabha and Rajya Sabha assembled separately for legislation. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് ബിൽ. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബിൽ. ദർ ആർ 4 types ഓഫ് ബിൽസ്: ഓർഡിനറി ബിൽ, മണി ബിൽ, ഫിനാൻസ് ബിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽസ്. An ordinary bill can be introduced in either house of the parliament. The house which considers the bill first is called the first house, and the house which considers it next is called the second house. In both the houses, the bill passes through different stages. ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും ബിൽ രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കാം. ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഓഫ് പാസിംഗ് എ ബിൽ. ബൈ ഫസ്റ്റ് റീഡിംഗ്, the bill is introduced in the house. By second reading, each and every article included in the bill is either passed, changed or rejected after discussion. By third reading, the bill as a whole is passed or rejected. ഒന്നാം വായനയിലൂടെ ബിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിലൂടെ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായനയിലൂടെ ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ബില്ല് രണ്ട് സഭകളിലൂടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആഫ്റ്റർ പാസിംഗ് ദ ബിൽ ഇൻ ദ ഫസ്റ്റ് ഹൗസ്, ഇറ്റ് ഈസ് സെൻറ്റ് ടു ദ സെക്കൻഡ് ഹൗസ് along with the certificate of the presiding officer. The bill passes once again through the above mentioned 3 stages in second house. After the bill is passed by both the houses, it is sent to the president for approval. On getting the approval of the president, the bill becomes a law. ഒന്നാം സഭ പാസാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്കായി അയക്കുന്നു. രണ്ടാം സഭയിലും 1, 2, 3 വായനയിലൂടെ കടന്നുപോകുന്നു. ബില്ല് രണ്ട് സഭകളും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായിട്ട് മാറുന്നു. ഇഫ് എ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ഫസ്റ്റ് ഹൗസ് ആൻഡ് റിജക്റ്റഡ് ബൈ ദ സെക്കൻഡ് ഹൗസ്, what should do? If there is a difference of opinion between the two houses, a joint sitting of both the houses of parliament is summoned and a decision is taken. It is the president who summons the joint sitting of the parliament, which is presided over by the speaker of Lok Sabha. രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം രാഷ്ട്രപതി വിളിച്ചു ചേർക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സമ്മേളനം ചേരുക. ദ പ്രൊസീജിയർ ഓഫ് പാസിംഗ് എ മണി ബിൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ബിൽ. ദെൻ വാട്ട് ഈസ് എ മണി ബിൽ? Any bill relating to the collection of revenue or expenditure from the consolidated fund can be termed as money bill. പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ എന്ന് പറയുന്നത്. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് only in Lok Sabha. After the bill is passed by the Lok Sabha, it is sent to the Rajya Sabha with the certificate of the speaker that the bill is a money bill. Rajya Sabha must retain the money bill
along with its recommendation to the Lok Sabha within a period of 14 days. Lok Sabha can accept or reject the recommendation of the Rajya Sabha. ഒരു മണി ബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ മണി ബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ച് 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് അയക്കേണ്ടതാണ്. ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ലോ മേക്കിംഗ് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് പാർലമെൻറ്റ്. വിച്ച് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്? കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് by asking questions, deliberating various bills and resolutions, passing or rejecting the no confidence motion. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ തുടങ്ങിയ ചുമതലകളും പാർലമെൻറ്റിനുണ്ട്. ഇലക്ടറൽ ഫങ്ഷൻ participating in the election of the president and vice president, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ്. then timely amendment of the constitutional provisions, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ എന്നീ ചുമതലകൾ പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഇൻ ഇന്ത്യ there are state legislatures in all the states. they make laws on subjects that come under the government. In majority of states, the state legislature has only one house. Such a legislatures are called unicameral legislature. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേയുള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയെന്ന് വിളിക്കുന്നു. ദ സ്റ്റേറ്റ്സ് ഹാവിംഗ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആർ ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന ആൻഡ് ഉത്തർപ്രദേശ്.